ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളൊന്നായി മാറിയത് എങ്ങനെയെന്ന് തെളിവുകൾ സഹിതം അക്കമിട്ട് നിർത്തിയാണ് ധ്രുവ് റാഠിയുടെ പുതിയ വീഡിയോ. ബീഹാറിൽ BJP JDU നേതൃത്വത്തിലുള്ള NDA സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തിയത് ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെയാണെന്ന് 6 തെളിവുകൾ നിരത്തി സമർത്ഥിക്കുകയാണ് അദ്ദേഹം. ഈ കണ്ടെത്തലുകൾ തെറ്റാണ് തെളിയിക്കാൻ മോദി സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധ്രുവ് റാഠി വെല്ലുവിളിക്കുന്നുമുണ്ട്. और मैं चैलेंज करता हूं मोदी सरकार को और इलेक्शन कमीशन को कि इन सबूतों को काउंटर करके दिखाएं. തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ ആദ്യത്തെ തെളിവ് 10,000 രൂപയുടെ കൈക്കൂലിയാണെന്ന് ധ്രുവ് റാഠി പറയുന്നു. इलेक्टोरल मैनिपुलेशन का पहला और सबसे बड़ा सबूत है 10,000 रुपए का किस्सा. ആദ്യഘട്ട വോട്ടെടുപ്പിന് വെറും 6 ദിവസം മുമ്പ് ഒക്ടോബർ 31-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് 4 ദിവസം മുമ്പ് നവംബർ 7-നും ഉൾപ്പെടെ ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം എത്തി. ഇത് നിയമാനുസൃത കൈക്കൂലിയാണ്. ഈ പണം വോട്ടർമാരെ സ്വാധീനിച്ചു. ചെറുകിട ബിസിനസ് തുടങ്ങാനുള്ള പദ്ധതി പ്രകാരം 1.25 കോടി സ്ത്രീകൾക്ക് പണം നൽകി. 6 മാസത്തിന് ശേഷം 2 ലക്ഷം രൂപ കൂടി നൽകുമെന്നും NDA സർക്കാർ വാഗ്ദാനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിനുള്ള പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ എതിർക്കുന്നില്ല. എന്നാൽ ഇത് നൽകിയ സമയം വളരെ പ്രധാനമാണ്. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും സർക്കാരും ഒരു തരത്തിലുമുള്ള സാമ്പത്തിക സഹായമോ ആനുകൂല്യങ്ങളോ ജനങ്ങൾക്ക് നൽകാൻ പാടില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കാൻ ഈ ഒരൊറ്റ കാരണം മാത്രം മതി. ഒക്ടോബർ 6-നാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 17, 24, 31, നവംബർ 7 ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പണം നൽകി സർക്കാർ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. ഇത് തെരഞ്ഞെടുപ്പോ അതോ ചിട്ടി പദ്ധതിയോ എന്നും ധ്രുവ് ചോദിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത നിരവധി വോട്ടർമാർ ബീഹാറിലും വോട്ട് ചെയ്തതും ധ്രുവ് ചൂണ്ടിക്കാട്ടി. BJP പ്രവർത്തകരായ നാഗേന്ദ്രകുമാർ ഡൽഹിയിലും ബീഹാറിലും, അജിത് ഖാ ഹരിയാനയിലും ബീഹാറിലും ഡൽഹിയിലും വോട്ട് ചെയ്തതിന്റെ ഫോട്ടോ അടക്കം തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം അവഗണിക്കപ്പെട്ടു. വ്യാജ വോട്ടർമാരെ കുറിച്ച് അന്വേഷിച്ച ഒരു വെബ്സൈറ്റ് ബീഹാറിൽ മാത്രം 14.35 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടെന്നാണ് കണ്ടെത്തിയത്. इन्होंने कई महीनों तक SIR को इन्वेस्टिगेट किया और बताया कि बिहार की फाइनल वोटर लिस्ट में 14.35 लाख सस्पेक्टेड डुप्लीकेट वोटर्स. ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് 4 സ്പെഷ്യൽ ട്രെയിനുകളിലാണ് BJP വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്നത്. ഈ ട്രെയിനുകളിലെ യാത്രയ്ക്കുള്ള എല്ലാ ചെലവുകളും BJPയോ മോദി സർക്കാരോ ആണ് വഹിക്കുന്നതെന്ന് ട്രെയിനിൽ യാത്ര ചെയ്തവർ പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പരാതി ഉന്നയിച്ചിട്ട് പോലും ഇത് തടയാൻ ആവശ്യമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചില്ല. CCTV നിയമങ്ങളിൽ മാറ്റം വരുത്തി ക്രമക്കേടുകളെ മായ്ച്ചു കളഞ്ഞതും ധ്രുവ് റാഠി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച പരാതികളിൽ പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ വലിയ തെളിവായാണ് പരിഗണിക്കപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഒരേ ആൾ തന്നെ 2 ഇടത്ത് വോട്ട് ചെയ്തെന്ന പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ സഹിതം പരാതി ഉന്നയിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. മുൻപുണ്ടായിരുന്ന നിയമങ്ങൾ കാറ്റിൽ പറത്തി മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ലഭ്യമാകില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസങ്ങൾക്കകം ഈ ദൃശ്യങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യാം. നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും ദൃശ്യങ്ങൾ ഇത്തരത്തിൽ നൽകുന്നത് ഉചിതമാണോ എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇത് ന്യായീകരിക്കാനായി കണ്ടെത്തിയ വാദം. അതിനിത് ബെഡ്റൂമിലെ ദൃശ്യങ്ങളാണോ, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളല്ലേ എന്നും ധ്രുവ് റാഠി ചോദിക്കുന്നു. मतलब कोई बेडरूम की फुटेज थोड़ी देख रहा है, पोलिंग बूथ की ही तो फुटेज है, इसमें वोट ही तो डाले जा रहे हैं. ജൂണിനും സെപ്റ്റംബറിനും ഇടയിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടത്തിയത്. വോട്ടർ പട്ടിക പുതുക്കുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശം. എന്നാൽ വ്യാജ വോട്ടർമാരെ ഒഴിവാക്കിയില്ലെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നു. 7.89 കോടി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബീഹാർ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ SIR-ന് ശേഷം ഇത് 7.42 കോടിയായി മാറി. അതായത് 47 ലക്ഷത്തോളം വോട്ടർമാരെ വെട്ടി. SIR-ന്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടർമാരെ കണ്ടെത്തി വെട്ടുകയാണ് ചെയ്തത്. उदाहरण के तौर पर सीमांचल, जहां ऑपोजिशन को स्ट्रांग माना जाता है, वहां पूरे बिहार में सबसे ज्यादा लोगों के नाम काटे गए. यहाँ पर 7.7% नाम वोटर लिस्ट से डिलीट. പ്രതിപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള സീമാഞ്ചലിലാണ് വോട്ട് വെട്ടൽ കൂടുതലും നടന്നത് എന്നതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വ്യക്തമാണ്. വെട്ടിമാറ്റപ്പെട്ടവരിൽ 24.7 ലക്ഷം പേരും മുസ്ലിം വോട്ടർമാരായിരുന്നു എന്നതും പ്രധാനമാണ്. മുസ്ലിം വോട്ടർമാരുടെ മാത്രമല്ല ദളിത് ആദിവാസി വോട്ടർമാരെയും ഇല്ലാതാക്കിയിട്ടുണ്ട്. और ये चीज सिर्फ मुसलमानों के साथ नहीं हुई, बल्कि उन सभी कैटेगरीज के वोटर्स के साथ रही जो आमतौर पर ज्यादा ऑपोजिशन को वोट देते हैं. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയെ സഹായിച്ചത് എങ്ങനെയെല്ലാമാണെന്ന് ധ്രുവ് റാഠി 6ാമത്തെ തെളിവായി വിശദീകരിക്കുന്നു. BJPക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ മാത്രമാണ് ഓരോ സംസ്ഥാനത്തും വോട്ടെടുപ്പ് ദിനങ്ങൾ നിശ്ചയിച്ചത്. പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പ് ദിനം പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും. ബംഗാളിൽ 8 ഘട്ടങ്ങളിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരണം അവസാനിപ്പിച്ച് ബംഗാളിൽ മാത്രം കേന്ദ്രീകരിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും സഹായമാകും വിധമാണ് ഇവിടുത്തെ വോട്ടെടുപ്പ് ദിനങ്ങൾ കമ്മീഷൻ ക്രമീകരിച്ചത്. BJP നേതാക്കൾ നിരന്തരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടും അതിൽ ഒരിക്കൽ പോലും കമ്മീഷൻ ഇടപെടുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം മോദി സർക്കാരാണ് കമ്മീഷനെ തിരഞ്ഞെടുത്തതെന്നും ധ്രുവ് റാഠി പറയുന്നു.
ഇതെല്ലാം ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് തനിക്ക് കോടതിയിൽ പോയിക്കൂടാ എന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ 2023 മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസ് ഫയൽ ചെയ്യാനാവില്ലെന്നും അതുകൊണ്ട് കാര്യമില്ലെന്നും ധ്രുവ് റാട്ടി വിശദീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് മോദി സർക്കാരിന് വേണ്ടി മാത്രമാണെന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഇനിയും കാണിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് ധ്രുവ് റാട്ടി വീഡിയോ അവസാനിപ്പിക്കുന്നത്.